സ്വപ്നത്തിലെ വാഹനങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോഴും സുഖകരമായി യാത്ര ചെയ്യുമ്പോഴും നിരത്തുകളിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ ഒരു വസ്തുതയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു നമ്പറാണ്, 108. വേഗത കൊണ്ടും മനോധൈര്യം കൊണ്ടും പ്രവർത്തനക്ഷമത കൊണ്ടും ഒരുപാട് ജീവനുകൾ നിലനിർത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഇവരുടെ പ്രവർത്തന രീതിയാണ് ഇന്നത്തെ ഡ്രീം ഡ്രൈവിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഹലോ, നമസ്കാരം. 108 ആംബുലൻസ് സർവീസ്. പറഞ്ഞോളൂ സാർ, എന്താണ് എമർജൻസി? ഓക്കെ, ആറ്റുകാനടുത്ത് കൊഞ്ചിറവിള അല്ലേ? ഹലോ, എവിടെ നിന്നാണ്? ആക്സിഡൻ്റ് ആണല്ലേ? ഞങ്ങളിപ്പോൾ 108ൻ്റെ കൺട്രോൾ റൂമിലാണ്. കൺട്രോൾ റൂം മാനേജറായ മിസ്റ്റർ വൈശാഖിനെ നമുക്ക് പരിചയപ്പെടാം. ഒരു കോളർ 108 വിളിക്കുന്നത് മുതൽ കൺട്രോൾ റൂമിൽ നിന്ന് പിന്നെയുള്ള പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞുതരാം. 108 എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു ടോൾ ഫ്രീ നമ്പറാണ്. നിങ്ങളുടെ മൊബൈലിൽ നിന്നോ ലാൻഡ് ഫോണിൽ നിന്നോ സൗജന്യമായിട്ട് വിളിക്കാൻ പറ്റുന്നതാണ് 108 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ ഇതിലേക്ക് വിളിക്കുമ്പോൾ ഒരു അടിയന്തര വൈദ്യസഹായത്തിന് വേണ്ടി മാത്രമാണ് 108 ആംബുലൻസിൻ്റെ സേവനം നമ്മളിപ്പോൾ കൊടുക്കുന്നത്. കാരണം ഇത് നോർമലി ഡെഡ് ബോഡീസ് ഈ ആംബുലൻസിൽ കൊണ്ടുപോകാറില്ല. ഒരു ജീവൻ രക്ഷിക്കാനുള്ള സാഹചര്യത്തിൽ മാത്രമേ 108 വിളിക്കാവൂ. വിളിക്കുന്ന കോളറോട് ഞങ്ങൾ 4 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്ന്, വിളിക്കുന്ന കോളറുടെ പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ വിളിക്കുന്ന സ്ഥലം, അത് ഒരു ലാൻഡ്മാർക്ക് ഉൾപ്പെടെ, അതായത് സ്ഥലം കണ്ടുപിടിക്കാനുള്ള ഒരു അടയാളം ഉൾപ്പെടെ പറയാൻ പറയുന്നുണ്ട്. മൂന്നാമത് ചോദിക്കുന്നത് എന്ത് എമർജൻസിയാണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. കാർഡിയാക്, റോഡ് ആക്സിഡൻറ്റ്സ്, അല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, BP ഫോളോ ആവുന്നത്, അല്ലെങ്കിൽ ഷുഗർ കൂടുന്നതോ കുറയുന്നതോ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമാണ് 108ൻ്റെ സേവനം നമ്മൾ കൊടുക്കുന്നത്. നമുക്കിപ്പോൾ 25 ആംബുലൻസ് ട്രിവാൻഡ്രത്തും 18 ആംബുലൻസ് ആലപ്പുഴ ജില്ലയിലുമാണുള്ളത്. കോൾ വിളിക്കുമ്പോൾ കോളറോട് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച ശേഷം തൊട്ടടുത്തുള്ള ആംബുലൻസ് ഏതാണെന്ന് GPS സംവിധാനം ഉപയോഗിച്ച് ഞങ്ങൾ കണ്ടുപിടിക്കുന്നു. ആ റിയൽ ടൈമിൽ GPS നമുക്ക് കാണാൻ പറ്റും. റിയൽ ടൈം ഈ നിമിഷം ഇപ്പോൾ അടുത്തുള്ള ആംബുലൻസ് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം ആ ആംബുലൻസിലേക്ക് നമ്മൾ മെസ്സേജ് കൊടുക്കുകയും എത്രയും പെട്ടെന്ന്, ഞങ്ങൾക്ക് 15 മിനിറ്റാണ് ഞങ്ങൾ ടൈം പറയുന്നത്, എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആംബുലൻസിൻ്റെ സേവനം ലഭ്യമാക്കുകയും ചെയ്യും. ഇപ്പം ഒരു കോളർ വിളിച്ചു കഴിഞ്ഞ് നിങ്ങൾ അവരുടെ പൊസിഷൻ മനസ്സിലാക്കിയതിന് ശേഷം നിയറസ്റ്റ് ആംബുലൻസ് എങ്ങനെയാണ് GPS വഴി ലൊക്കേറ്റ് ചെയ്ത് അലോട്ട് ചെയ്യുന്നതെന്നൊന്ന്? തീർച്ചയായും ഞങ്ങൾ കോളറോട് ചോദിക്കുന്നുണ്ട്. സ്ഥലം, കൃത്യമായിട്ടുള്ള സ്ഥലം പറയാൻ പറയുന്നുണ്ട്. സ്ഥലം നമുക്ക് GPS-ൽ നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. കോളർ വിളിക്കുന്ന ലൊക്കേഷൻ എൻ്റർ ചെയ്ത് സെർച്ച് കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് ആ സമയത്ത് ഉള്ള തൊട്ട് അടുത്തുള്ള 5 ആംബുലൻസുകൾ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഏറ്റവും അടുത്തുള്ള ആംബുലൻസ് ഫ്രീ ആണോ എന്ന് നോക്കിയതിന് ശേഷം ആ ആംബുലൻസിലേക്ക് ഞങ്ങൾ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. കൂടാതെ കോളറെ ഇൻഫോം ചെയ്യുന്നുണ്ട്, സാർ ഇന്ന സ്ഥലത്തു നിന്ന് ആംബുലൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്ക്രിപ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ മെസ്സേജ് കൊടുക്കും, ഇന്ന സ്ഥലത്ത് ഇങ്ങനൊരു കേസുണ്ട്. ലൊക്കേഷനിൽ എത്തിയ ശേഷം വിക്ടിമിനെ, അതായത് പേഷ്യൻറ്റിനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മുടെ സ്റ്റാഫുകൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് കോൺഫറൻസ് കോൾ, വിളിച്ച കോളറും നമ്മുടെ വണ്ടിക്കാരും ഒരു കോൺഫറൻസ് കോൾ കൊടുക്കുന്നതാണ്. ഈ ആംബുലൻസ് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രൈമറി കെയർ കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ആംബുലൻസിലുണ്ടോ? എല്ലാ ആംബുലൻസിലും ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ആംബുലൻസുകളെല്ലാം തന്നെ ALS ആംബുലൻസ്, അതായത് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. നേരത്തെ കൂടി ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ആംബുലൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ഒരു വാഹനം എന്നായിരിക്കും മിക്കവാറും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് നേരെ മാറി ഒരു ജീവൻ രക്ഷാ ആംബുലൻസ്, അത്യാധുനിക ജീവൻ രക്ഷാ ആംബുലൻസ് ആണ് ഒരു ALS ആംബുലൻസ് എന്ന്, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഇതിനകത്ത് ഡീഫിബ്രിലേറ്റർ ഉണ്ട്, ഈവൻ വെന്റിലേറ്റർ, നമ്മൾ കേട്ടിട്ട് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമായിരിക്കും വെന്റിലേറ്റർ എന്നൊക്കെ പറയും. വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ആംബുലൻസിനകത്ത് തന്നെ ഉണ്ട്. ഫീറ്റൽ മോണിറ്റർ ഉണ്ട്, അതായത് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ ആശുപത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ ആ അമ്മയുടെ വയറിനകത്തുള്ള കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും മറ്റു കാര്യങ്ങളും അറിയാൻ പറ്റുന്ന സംവിധാനം വരെ നമ്മുടെ ആംബുലൻസിനുള്ളിലുണ്ട്. ഏകദേശം ഒത്തിരി ജീവൻ രക്ഷാ മരുന്നുകൾ നമ്മുടെ ആംബുലൻസിലുണ്ട്. പ്രാഥമിക മീൻസ് ഫസ്റ്റ് എയ്ഡും അതുപോലെ തന്നെ ബാക്കി പ്രീ ഹോസ്പിറ്റൽ കെയർ എന്ന് പറയും അതിന്. ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പുള്ള കെയർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു കാർഡിയാക് പേഷ്യൻറ്റിനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറിന് ഹോസ്പിറ്റലിൽ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ECG ഉൾപ്പെടെയാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ECG എടുക്കാനുള്ള സംവിധാനവും നമ്മുടെ ആംബുലൻസിനുള്ളിൽ തന്നെയുണ്ട്.
അപ്പോൾ ഈ പ്രൈമറി കെയർ കൊടുക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആംബുലൻസിൽ ഉണ്ടാവും ഡ്രൈവറെ കൂടാതെ? തീർച്ചയായിട്ടും നമ്മുടെ ആംബുലൻസിൽ ഒരു സമയത്ത് 2 സ്റ്റാഫുകളാണുള്ളത്. ഒരു ആംബുലൻസ് പൈലറ്റ്, ഡ്രൈവറെ ഞങ്ങൾ പൈലറ്റ് എന്നാണ് പറയുന്നത്. പൈലറ്റും അതുപോലെ തന്നെ ഒരു BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് ഒരു 3 വർഷത്തിൽ കുറയാതെ എക്സ്പീരിയൻസ് ഉള്ള ഒരു EMT, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്നാണ് അവർ നമ്മൾ പറയുന്നത്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് നമ്മുടെ ആംബുലൻസിനുള്ളിൽ ഉണ്ടായിരിക്കും. അവർക്ക് മെഡിസിൻസ് കൊടുക്കാനും ബാക്കി കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഈ ആംബുലൻസ് പൈലറ്റ്സ് അവരെ എന്ത് ക്വാളിഫിക്കേഷൻ ബേസിസിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉപരി നമ്മൾ നോക്കുന്നത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. മറ്റ് ഒരു വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ആംബുലൻസ് പെട്ടെന്ന് കിട്ടിയാൽ സ്വന്തം ജീവൻ പണയം വെച്ച് അതോടൊപ്പം തന്നെ ആ ആംബുലൻസിലിരിക്കുന്ന രോഗിയെയും ബൈസ്റ്റാൻഡറിനെയും കൂടെ വർക്ക് ചെയ്യുന്നവരുടെ എല്ലാവരുടെയും ജീവൻ്റെ സുരക്ഷിതത്വം കൂടെ അയാൾ നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഈ ട്രാഫിക്കിനുള്ളിൽ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ആംബുലൻസ് പോകുന്നതും. അപ്പോൾ അത്രയും മനോധൈര്യവും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് രണ്ടാമതാണ് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. ഡെയിലി ഒരു ആവറേജ് എത്ര കോൾസ് ഇവിടുത്തെ കോൾ സെൻറ്ററിൽ വരാറുണ്ട്? കൺട്രോൾ റൂമിൽ ഏകദേശം ഒരു ദിവസം ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 1200-1500ഓളം കോളുകൾ വരുന്നുണ്ട്. പക്ഷേ അതിൽ ശരിക്കും എമർജൻസി വന്നിട്ട് ഒരു 180ഓളം കേസേ വരുന്നുള്ളൂ. നമ്മൾ 180ഓളം സർവീസാണ് ഒരു ദിവസം ആവറേജ് നമ്മൾ കൊടുക്കുന്നത്. ഈ 43 ആംബുലൻസ് വെച്ച് 150ഓളം എമർജൻസീസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മറ്റ് കോളുകൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഇത്രയും നാൾ ആരും തിരിഞ്ഞു നോക്കാതിരുന്ന സിറ്റുവേഷനിൽ അത് മാറി ഇപ്പോൾ കണ്ടു നിൽക്കുന്നവരിൽ ഒരു 10 പേരെങ്കിലും 108ലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആക്സിഡന്റിന് വേണ്ടി തന്നെ 10 കോൾ ഇവിടെ വരുന്നുണ്ട്. അത് നമ്മൾ റിപ്പീറ്റഡ് കോളായിട്ടായിരിക്കും ടാഗ് ചെയ്യുന്നത്. പിന്നെ ആംബുലൻസ് എവിടെ എത്തി എന്നറിയാനായിട്ട് വീണ്ടും ഫോളോ അപ്പിന് വേണ്ടി കോളേഴ്സ് വിളിക്കുന്നുണ്ട്. അത് ഫോളോ അപ്പ് കോൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ ടാഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 1500ഓളം കോൾ എല്ലാ ദിവസവും ലാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റോങ് കോൾസ് ഗ്യാസ് ബുക്കിംഗ് ഏജൻസി ആണെന്ന് കരുതിയും അതല്ലെങ്കിൽ 108 തുടങ്ങുന്ന ഫയർഫോഴ്സിൻ്റെയോ അല്ലെങ്കിൽ പോലീസ് ഹെൽപ്പ് ലൈനോ വേറെ ഏതെങ്കിലും എൻക്വയറി കോൾസ് മറ്റ് ജനറൽ എൻക്വയറിക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട്. ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ഒരു ഇനിയിപ്പോൾ ഈ ഡേ ടൈം അല്ലെങ്കിൽ നൈറ്റ് ടൈം എങ്ങനെയാണ് ഇതിൻ്റെ കോൾസിൻ്റെ ഒരു ആവറേജ് റേറ്റ് കൂടുതൽ കുറയും? കോൾസ് പൊതുവേ നോക്കുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ചാണ് ഇവിടുത്തെ ഷിഫ്റ്റും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മെയിൻലി ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്ന ടൈം കോൾസ് കുറവാണ്. എന്നാൽ പീക്ക് അവേഴ്സ് എന്ന് നമ്മൾ പറയുന്ന കുറച്ച് ടൈമുണ്ട്. രാവിലെ ഒരു 8 മണിക്ക് ശേഷം ഒരു 11 മണി വരെയും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിക്ക് ശേഷം രാത്രി 11 മണി വരെയും കോൾ കൂടുതലായിരിക്കും. ആ സമയത്ത് ഈ ഓഫീസ് ടൈം അതുപോലെ തന്നെ മറ്റ് എമർജൻസീസ് കൂടുതൽ ഉണ്ടാകുന്നത് ആ ഒരു സമയത്താണ്. സാധാരണ ഈ ഒരു സമയത്തും അല്ലെങ്കിൽ രാത്രി 11 മണിക്ക് ശേഷം ഒരു 7 മണി വരെയൊക്കെ കോൾ വളരെ കുറവാണ്. ഇപ്പം ഒരു നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ്സിൻ്റെ സക്സസ് റേറ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയും? നമ്മൾ ഒരിക്കലും ലൈഫ് സേവ് ചെയ്തു എന്ന് അവകാശപ്പെടുന്നില്ല. സേവ് മീൻസ് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ സഹായിക്കും, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്യുന്നതെന്ന് പറയുന്നത്. നമ്മൾ ഇത്ര ലൈഫ് സേവ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ ആംബുലൻസിൻ്റെ സർവീസ് കൊണ്ട് ഏകദേശം 1 ലക്ഷത്തോളം പേർക്ക് നമ്മുടെ സർവീസ് കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിലൊരുപക്ഷെ ഒരു 10% ഒരുപക്ഷെ രക്ഷപ്പെട്ടത് നമ്മൾ കാരണമായിരിക്കാം. അത്രേ നമ്മൾ പറയുന്നത്. നമ്മൾ അവകാശപ്പെടുന്നില്ല നമ്മൾ ഇത്ര പേരെ രക്ഷിച്ചു എന്ന് പറഞ്ഞ്. ഡെയിലി ഇവിടെ വരുന്നത് കോള് നമ്മൾ എമർജൻസി ആണെന്ന് നോക്കി ഞങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന കെയർ ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ സുരക്ഷിതമായൊരു സ്ഥലത്ത് എത്തിക്കുന്നത് വരെയാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി? തീർച്ചയായിട്ടും പ്രീ ഹോസ്പിറ്റൽ കെയർ കൊടുക്കുന്നത്. അതായത് ഇത്രയും നാൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും റോഡിൽ കിടന്ന് രക്തം വാർന്ന് മരിക്കുന്ന കേസായിരിക്കും അത്. പക്ഷേ നമ്മൾ ആംബുലൻസിൽ കയറ്റി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർഡിയാക് പേഷ്യൻ്റ് ആണെങ്കിൽ ECG എടുത്ത് അത് ഏത് തരം ഹാർട്ട് അറ്റാക്ക് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ ECG ഉൾപ്പെടെ ആയിരിക്കും ഡോക്ടറിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇപ്പോൾ കറൻ്റ്ലി 108ൻ്റെ കീഴിൽ എത്ര ആംബുലൻസ് ഫംഗ്ഷനിങ് ആണ്? കേരളത്തിൽ നമുക്കിപ്പോൾ 43 ആംബുലൻസ് മാത്രമാണ് ഉള്ളത്. നമുക്കിപ്പോൾ 25 ആംബുലൻസ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലും അതുപോലെ തന്നെ ബാക്കി 18 ആലപ്പുഴയിലുമാണ് ഉള്ളത്. ഇപ്പോൾ പറഞ്ഞ ഇത്രയും ആംബുലൻസ് സഫീഷ്യൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? അതോ കൂടുതൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ആംബുലൻസ് ആവശ്യമുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ പരിമിതികളാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ആംബുലൻസ് എല്ലാം വെൽ എക്യുപ്ഡ് ആണ്.
പക്ഷേ പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആംബുലൻസിൻ്റെ എണ്ണം അത് തീർച്ചയായിട്ടും കൂടേണ്ടതാണ്. കാരണം ഇപ്പോൾ 43 ആംബുലൻസാണുള്ളത് 2 ജില്ലയിലാണ്. പിന്നെ അത് എല്ലാ ജില്ലയിലും കൊണ്ടുവരണമെന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗവൺമെൻറ് അതിനുള്ള മെഷേഴ്സ് എടുക്കുന്നുണ്ട്. കാരണം കൂടുതൽ ആംബുലൻസ് ഉള്ളപ്പോൾ കൂടുതൽ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന കോൾ തന്നെ ഞാൻ പറഞ്ഞു 1500ഓളം കോൾ വരുന്നുണ്ട്. പക്ഷേ അതിൽ നമ്മൾ എമർജൻസി ഫിൽട്ടർ ചെയ്ത് മാത്രം എമർജൻസി കേസിന് വേണ്ടി മാത്രമേ നമ്മൾ ആംബുലൻസ് വിടുന്നുള്ളൂ. നമുക്ക് കൂടുതൽ ആംബുലൻസ് കിട്ടുകയാണെങ്കിൽ ബേസിക് ലൈഫ് സപ്പോർട്ട്, ബേസിക് ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പോൾ വീട്ടിലുള്ള ഒരാളിന് കൺസൾട്ടേഷന് പോകണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് വിളിക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി കേസ് കൊടുക്കത്തില്ല. നമ്മൾ ആ സമയത്ത് എമർജൻസി മാത്രമേ നമ്മൾ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. കൂടുതൽ ആംബുലൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ സർവീസ് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ ആംബുലൻസ് പൈലറ്റുമാർ എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ്? ഇപ്പോൾ ഒരുപാട് ഗട്ടറുള്ള റോഡുകൾ അല്ലെങ്കിൽ ട്രാഫിക് ജാംസ്, ഈ ആറ്റുകാൽ പൊങ്കാല സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആംബുലൻസ് ഈ ഹൈവേയിൽ പുറത്തുനിന്ന് വരുന്ന വെഹിക്കിൾസൊക്കെ തിങ്ങി നിറഞ്ഞിട്ട് ആംബുലൻസിന് പോലും പോകാൻ ഒരു ഗ്യാപ്പ് ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ. അവർ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആംബുലൻസും പോലെയുള്ള എമർജൻസി വാഹനങ്ങൾക്ക് പോകാനായിട്ട് എമർജൻസി റൂട്ട് എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇന്ത്യയിൽ നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് നോർമലി സാധാരണ വാഹനങ്ങൾ പോകുന്ന അതേ റോഡിൽ കൂടെ തന്നെയാണ് നമ്മൾ ആംബുലൻസ് പോകുന്നത്. ഗട്ടറും എല്ലാം ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും മാക്സിമം ഒരു ജീവൻ രക്ഷിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതൊന്നും അവഗണിക്കാതെ നമ്മൾ ആ ഒരു ജീവന് വേണ്ടി നമ്മൾ പോരാടുകയാണ്. പിന്നെ പരിമിതികൾ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് 25 ആംബുലൻസേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ടും റൂറൽ ഏരിയാസിൽ നിന്ന് ഒരു എമർജൻസി കേസ് കിട്ടുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മിക്ക ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ശരിയായ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കാൻ ചാൻസ് കുറവാണ്. ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലോ ഈവൻ ഒരു താലൂക്ക് ഹോസ്പിറ്റലിലോ ചിലപ്പോൾ ഫെസിലിറ്റീസ് കുറവായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എല്ലാ കേസും മെഡിക്കൽ കോളേജിലോട്ടാണ് കൊണ്ടുവരുന്നത്. റൂറൽ ഏരിയാസിൽ നിന്ന് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഇങ്ങനെ കേസ് കൊണ്ടുവരുമ്പോൾ അത് അത്രയും ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്യണം. ഒരു ട്രിപ്പ് സൈക്കിൾ ടൈം എന്ന് പറയുന്നത്, അതായത് പേഷ്യൻറ്റിനെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് തിരിച്ച് അവരുടെ ബേസ് ലൊക്കേഷനിൽ എത്താൻ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ എടുക്കുന്നുണ്ട്. ആ 4 മണിക്കൂറിനിടയ്ക്ക് മറ്റ് എമർജൻസീസ് ആ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കൊടുക്കാൻ ആംബുലൻസ് ആ സമയത്ത് അവൈലബിൾ ആയിരിക്കത്തില്ല. അതൊരു ചലഞ്ച് തന്നെയാണ് നമുക്ക്. ഇപ്പം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റൂട്ട് തന്നെ ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പണി നടക്കുന്നതുകൊണ്ട് മുഴുവൻ കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞൊരു ഇതിലാണ്. അപ്പം അങ്ങനെയൊക്കെ ഈ നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ അതുവഴി പോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗികളെ അങ്ങനെ ഒരു ഇതിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ അതിനെന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാറുണ്ട്? മുൻകരുതൽ എന്ന് പറയുന്നത് പൈലറ്റുമാർ അത്രയും ശ്രദ്ധയോടുകൂടി ഗട്ടറിൽ വീഴാതെ കൊണ്ടുപോകാൻ നോക്കണം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് സ്പീഡിൽ പോകേണ്ടി വരും. ഈ GPS ട്രാക്കിംഗ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. തീർച്ചയായിട്ടും GPS നമുക്കിപ്പോൾ നമ്മുടെ എല്ലാ ആംബുലൻസിനകത്തും GPS ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ നിയറസ്റ്റ് ലൊക്കേഷൻ കോളർ വിളിക്കുമ്പോൾ നമുക്കിപ്പോൾ സംശയമുണ്ട് ഏതെങ്കിലും ആംബുലൻസ് ആ സമയത്ത് അവൈലബിൾ അല്ല. അപ്പോൾ റിയൽ ടൈമായിട്ട് ഒരുപക്ഷെ അതുവഴി ഒരു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആംബുലൻസ് ചിലപ്പോൾ ആ ആക്സിഡൻറ്റ് ലൊക്കേഷൻ അടുത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. കോളർ പറയുന്ന സ്ഥലം നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനടുത്തുള്ള ആംബുലൻസുകൾ ഏതൊക്കെയാണെന്ന് സിസ്റ്റത്തിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ഞാനിപ്പോൾ തൈക്കാട് എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് സെർച്ച് ചെയ്തത്. തൈക്കാടിനടുത്ത് ഇപ്പോഴുള്ള ആംബുലൻസുകൾ ഏതൊക്കെയാണെന്ന് കാണിക്കുന്നത്. ഇപ്പോൾ 3 ആംബുലൻസ് തൈക്കാടിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അതിലേത് ആംബുലൻസ് ആണോ അടുത്തുള്ളത് അത് ഫ്രീ ആണോ എന്ന് നോക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അടുത്ത ട്രിപ്പ് ഐഡിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇപ്പോഴുള്ള ട്രിപ്പ് അവസാനിപ്പിച്ച ശേഷം മീൻസ് അവിടെ വെച്ച് ക്ലോസ് ചെയ്തിട്ട് പുതിയ ട്രിപ്പിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ ഈ കോളറിന് ഡയറക്റ്റ് ആംബുലൻസ് പൈലറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ നിന്ന് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലേ? തീർച്ചയായും. ഒരു പക്ഷേ ലൊക്കേഷനിൽ